ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തെമൂന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും പിന്നെ നമ്മളെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കിച്ചൺ ഓർഗനൈസിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കാം. ഈ ഒരു കൊറിയർ വന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു 2 മാസം ആവാനായിട്ടോ. ഞാൻ അപ്പോൾ തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു തെമൂന്ന് ഒരു സാധനം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ടൈമിൽ നമ്മൾ തെമൂൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പിൻ ചെയ്യാൻ വരാറില്ലേ. അപ്പോൾ അതുപോലെ എനിക്കും 100% എന്ന് പറഞ്ഞിട്ട് സ്പിൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്പിൻ ചെയ്ത സമയത്ത് എനിക്ക് അതിൻ്റെ 100% ആയിട്ട് തന്നെ ഫ്രീ ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായത് ഒരു ജാറാണ് കേട്ടോ. ഒരു 3 ജാറ് വരുന്ന സെറ്റാണ്. അപ്പം അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ, ഏതാണ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായത്. അത് ഞാൻ മുകളിൽ തന്നെയുള്ള ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു സ്പൂൺ ഹോൾഡർ ആണ്. എനിക്ക് കുറച്ച് വലിയ സ്പാച്ചുലാസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഈ 2 പീസ് വരുന്ന ബൊഹേമിയൻ സ്റ്റൈൽ കോസ്റ്റർ ആണ്. പക്ഷെ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ വന്നിട്ടുണ്ടായത്. ഞാൻ കുറച്ച് ക്രീം കളറാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായത്. പക്ഷെ ഇത് നല്ല പ്യുവർ വൈറ്റിലാണ് വന്നിട്ടുണ്ടായത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഇതുപോലെ വരുന്ന സ്പൂണാണ് കേട്ടോ. ഇത് ലവ് ഷേപ്പ്, റൗണ്ട് ഷേപ്പ്, അതുപോലെ ഫ്ലവർ ഷേപ്പിലൊക്കെ വരുന്നതാണ്. പിന്നെ ലോങ് ആയിട്ടും ഉണ്ട്, ഷോർട്ട് ആയിട്ടും ഉണ്ട്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഈ ഒരു ഡിഷസ് ഹാൻഡ്സ് എന്ന് കൊടുത്തിട്ടുള്ള ലിക്വിഡ് ഡിസ്പെൻസർ ആണ്. ഇതെനിക്ക് കിച്ചന്റെ സിങ്കിന്റെ അടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒരുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ആ ഒരു വുഡൻ ടൈപ്പ് ട്രേ ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടില്ല കേട്ടോ, അത് മിസ്സിംഗ് ആണ്. പിന്നെ ഇതാ നേരത്തെ കാണിച്ച ഒരു സ്പൂൺ ഉണ്ടല്ലോ, ലോങ്ങും ഷോർട്ട് ആയിട്ടുള്ള ഫ്ലവർ ഷേപ്പിലും ലവ് ഷേപ്പിലും ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റൗണ്ട് ഷേപ്പിലുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഒരു വുഡൻ റാക്കാണ് കേട്ടോ. ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ വെച്ചിട്ട് ജാറൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതാണ്. വുഡൻ റാക്ക് എന്നോ സ്റ്റാൻഡ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇതിങ്ങനെ ഒരു ബോക്സിൽ പീസ് ആയിട്ടാണ് വന്നിട്ടുണ്ടായത്. എന്നിട്ട് ഞാൻ ഇതിനെ ഫിറ്റ് ചെയ്തെടുക്കുക ചെയ്ത്. പിന്നെ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കാണിക്കുന്ന ഒരു പേപ്പറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന്റെ കൂടെ അതിന്റെ ഫിറ്റിങ്സും പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഡ്രൈവറും എല്ലാം അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഒരു ഡിഷ് റാക്ക് ആണ് കേട്ടോ. നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വുഡൻ റാക്കാണ്. അത് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്കൊരു സാധനം ടെമോന്ന് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന്, അത് ഇതാണ് കേട്ടോ. ഇത് ശരിക്കും സ്പിൻ ചെയ്തപ്പോൾ 100% വന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അപ്പൊ എനിക്ക് ഈ ഒരു സംഭവം വേണമെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പൊ ഇതെനിക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടി. ഇതിന് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ട വന്നിട്ടില്ല. പിന്നെ അതിലെ ഫോട്ടോ കാണുമ്പോൾ ഞാൻ കുറച്ച് വലുതാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ചെറുതാണ് എന്നുള്ളത്. പക്ഷെ ചെറുതാണെങ്കിലും കാണാൻ നല്ല ക്യൂട്ടാണ്. നമുക്ക് കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ വെക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് സെറാമിക് ആണ് കേട്ടോ വരുന്നത്. സെറാമിക്കിന്റെ വുഡൻ ലിഡും അതുപോലെ ഒരു സെറാമിക്കിന്റെ കുഞ്ഞു സ്പൂണും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും സാധനമാണ് കേട്ടോ ഞാൻ ടെമോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഇത് മാത്രല്ല ഇതിന്റെ കൂടെ ആ ഡിഷ് റാക്കും അതുപോലെ വുഡൻ സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് ആണ് കേട്ടോ. ഇതുപോലെ 100% എന്ന് പറഞ്ഞിട്ട് പിക്ക് ചെയ്യാൻ വന്നു. അപ്പൊ ഞാൻ ഈ ഒരു ജാർ, ഇതിന്റെ ഒറിജിനൽ പ്രൈസ് അതിൽ 128 ദിർഹംസ് ആണ് അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നോക്കുമ്പോൾ അത് 56 ആയിട്ടാണ് കാണുന്നത്. പക്ഷെ എനിക്കത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടി. അപ്പൊ ഈ ജാർ ഒഴികെ എനിക്ക് ബാക്കിയുള്ള പ്രോഡക്റ്റിന് വന്നത് 82 ദിർഹംസ് ആണ് കേട്ടോ ടോട്ടൽ വന്നിട്ടുണ്ടായത്. പിന്നെ ഞാൻ ആമസോണിൽ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ കിച്ചണിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഈ ഒരു സ്റ്റാൻഡ് ഞാൻ അന്നേ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കുറച്ചായിട്ട് അങ്ങനെ വാങ്ങി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര പൈസ ആയിട്ട് തോന്നും. അപ്പോൾ കുറച്ചായിട്ട് വാങ്ങി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു ഫീൽ ഉണ്ടാവില്ല. ഇതിപ്പോ ഞാൻ വാങ്ങിയിട്ടൊരു 1 വീക്ക് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് ഞാൻ അന്നേ ആമസോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ അതിന് 200 സംതിങ് എങ്ങാനും ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ഇതിന്റെ ഇടയിൽ നോക്കിയ സമയത്ത് 165 കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വൈകിക്കണ്ട, വേഗം ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തത്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഫർണിച്ചർ നമ്മൾ വാങ്ങുന്ന സമയത്ത് ആരെങ്കിലും
ഏൽപ്പിക്കലാണ് ഇത് ഫിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഞാൻ തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും അതുപോലെ സ്ക്രൂ ഡ്രൈവറും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഫിറ്റ് ചെയ്ത് കൈയൊക്കെ തയമ്പ് കിട്ടിയ പോലെ ആയി. കാരണം ഇത് സ്ക്രൂ ഡ്രൈവർ അല്ലേ, നമുക്ക് മറ്റേ മെഷീൻ ആണെങ്കിൽ പെട്ടെന്ന് അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ സ്ക്രൂ ഒക്കെ കയറിക്കോളും. അപ്പൊ ലാസ്റ്റ് വരുന്ന ആ ഒരു ഡോറ് വരുന്ന ഭാഗം ഷിബിക്കാക്ക വന്നിട്ട് ഫിറ്റ് ചെയ്ത് തന്നു. എല്ലാം കൂടി എനിക്ക് ആവൂല എന്ന് പറഞ്ഞു. പിന്നെ ആമസോണിൽ ഞാൻ സൈസ് ഒക്കെ നോക്കിയിട്ട് മെഷർമെന്റ് ആപ്പ് വെച്ചിട്ട് നമ്മളെ കിച്ചണിലെ സൈസും കൂടെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് സൈസ് കറക്റ്റ് ആയിട്ട് വരൂല. ഇപ്പൊ കിച്ചണിലെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായത്. ഇവിടെ ഉള്ളിത്തട്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി ഇതിന്റെ മുകളിൽ തന്നെ വെക്കാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു ഷെൽഫും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ചെറിയ സ്പേസ് ആണെങ്കിലും നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ നമ്മളെ സിങ്കിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടായ ഒരു ഡിഷ് റാക്ക് ആണ് കേട്ടോ. ഇതിപ്പോ തുരുമ്പ് കെട്ടി ഒരു 2.5 വർഷമായിരുന്നു നമ്മൾ വാങ്ങിയിട്ട്. 90 ദിറംസ് എങ്ങാനും ആയിരുന്നു ഉണ്ടായത്. നമ്മൾ സഫാരി മാളിന്ന് വാങ്ങിയിട്ടുണ്ടായതാണ്. അപ്പൊ ഇതിപ്പോ തുരുമ്പ് പിടിച്ചിട്ട് നമ്മളെ സിങ്കിനൊക്കെ ആ ഒരു തുരുമ്പൊക്കെ ആവുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാന്ന്. പിന്നെ ഇത് കളയാനും തോന്നുന്നില്ല, കാരണം ഇത് നല്ല ഉപകാരമാണ്. നമ്മൾ പ്ലേറ്റ് ഒക്കെ കഴുകിയിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാല് നമ്മളെ സിങ്കിലേക്ക് തന്നെ ഇതിന്റെ വെള്ളം പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഏതായാലും ഒന്ന് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കാം. അങ്ങനെ ഷിബിക്കാക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് എനിക്ക് വൈറ്റ് കളറിലുള്ള സ്പ്രേ പെയിന്റ് കൊണ്ടു തന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ അത് അടിച്ചിട്ടൊന്ന് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. ഞാൻ ടോട്ടലി 4 സ്പ്രേ യൂസ് ചെയ്തിട്ടാ, എന്നിട്ടും നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല. കാരണം അത്രയും കുറേ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പ്രേനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാ ഗ്രില്ലിന് അടിക്കുന്ന പെയിന്റ് ഉണ്ടല്ലോ, ടിന്നിൽ വരുന്ന, അതാണെങ്കിൽ നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ കിട്ടുമായിരുന്നു. പിന്നെ ഇപ്പോഴും ഇടയിലൊക്കെ അതിന്റെ ആ ഒരു ബ്ലാക്ക് കളർ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് മതിയാക്കി. ഇതൊക്കെ ഞാൻ ഓരോ ദിവസം കുറച്ചായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇനിയുള്ളത് എന്ന് വെച്ചാല് ഞാൻ 13-ാം തീയതി എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഫ്രൈഡേ കുട്ടികൾക്ക് ലാസ്റ്റ് വിന്റർ വെക്കേഷന്റെ സ്കൂള് ക്ലോസ് ചെയ്യുന്ന ആ ഒരു ദിവസം എടുത്തിട്ടുണ്ടായതാണ്. അന്നത്തെ ദിവസം ഞാൻ രാവിലെ തന്നെ കുട്ടികളെ സ്കൂളിൽ അയച്ച പാടും ഈ ഒരു സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കുന്ന ജാറെല്ലാം കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തുണ്ടായ കുറച്ച് ബോട്ടിലൊക്കെ നല്ലോണം പഴയതായതുകൊണ്ട് ഞാൻ അതൊക്കെ കളഞ്ഞിട്ട് പുതിയ ജാറ് വാങ്ങിയിട്ടുണ്ടായതാണ്. ഇതൊക്കെ ഞാൻ ഫെസ്റ്റിവൽ ലാൻഡിൽ നിന്നും അതുപോലെ ഡേ ടു ഡേ നിന്നും അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായ ജാർസ് ആണ്. അപ്പൊ ഇതൊക്കെ വരുന്നത് ഗ്ലാസ് ജാറാണ് കേട്ടോ. ഞാൻ ഡേ ടു ഡേന്ന് വാങ്ങിയിട്ടുണ്ടായതാണ്. ഒന്നിന് 750 എങ്ങാനും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിതൊരു 5 മാത്രമേ വാങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ നേരത്തെ ഞാൻ സ്പൈസസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായ ജാറ് അത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ എനിക്ക് പ്ലാസ്റ്റിക്കിനേക്കാളും ഇഷ്ടം ഗ്ലാസ് ആണ്. അതാവുമ്പോൾ നമുക്ക് വേഗം ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പൊ പൊടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഷോപ്പിൽ പോയിട്ട് വാങ്ങാനുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഉള്ളതൊക്കെ ഞാനിപ്പോ ഫില്ല് ചെയ്ത് വെക്കലാണ്. ഇനിയിപ്പോ ഞാൻ നമ്മളെ ടെമൂന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായ ഒരു ജാർ ഉണ്ടല്ലോ, 3 അതിൽ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കലാണ്. അതിൽ ഞാൻ ഇടാൻ പോകുന്നത് കോഫി പൗഡറും അതുപോലെ ടീ പൗഡറും പിന്നെ ഉപ്പുമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സാധാരണ ടീ കോഫി ഷുഗർ ആ ഒരു കോമ്പോയിലാണല്ലോ ഇട്ട് കൊടുക്കല്. ഞാൻ ഷുഗർ ഇട്ട് കൊടുക്കുന്നില്ല. ഷുഗർ ഞാൻ കുറച്ച് വലിയ ബോട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ എന്തായാലും ചേഞ്ച് ചെയ്യുന്നില്ല. പകരം ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോ എൻ്റെ അടുത്ത് ചായപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എല്ലാ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉള്ളതൊക്കെ ഞാൻ തൽക്കാലം ഇട്ട് വെക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഓയിൽ ബോട്ടിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതും ഞാനൊരു ഡേ ടു ഡേ എന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായതാണ്, കുറച്ച് നാൾ മുമ്പേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ 2 സെറാമിക് ബോട്ടിൽ ഒലീവ് ഓയിലും കോക്കനട്ട് ഓയിലും ആണ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ സെറാമിക് ബോട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവില്ലല്ലോ ഇതിലാണ് ഒലീവ് ഓയിലും കോക്കനട്ട് ഓയിലും ഉള്ളതെന്ന്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ പേര് എഴുതിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത്. പേര് എഴുതിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്പേസിൽ ബ്രെഡ് ടോസ്റ്റർ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞാൻ ആ ഒരു വുഡൻ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായ പൊടിയൊക്കെ ഞാനൊന്ന് ജസ്റ്റ് തുടച്ചിട്ട് ഈ ഒരു സ്റ്റാൻഡ് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഞാൻ ഇത്ര ഐറ്റംസാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായത് കേട്ടോ. ബാക്കി നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ആ ഒരു മുകളിൽ വരുന്ന കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസ് മാത്രമേ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വേണ്ടി വരുന്നുള്ളൂ. ഇനി ഞാൻ ഈ ഒരു ഭാഗം കൂടി ഒന്ന് മാറ്റാൻ പോകുന്നുണ്ട്. ഇവിടുന്ന് ഈ ഓയിൽ ബോട്ടിൽ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാനിതൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റലാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ കുറേ ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇതിനൊക്കെ കറ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കളയാന്ന്. പിന്നെ ആ സ്പാച്ചിൽ വെക്കുന്ന ഒരു വുഡൻ ഹോൾഡർ ഉണ്ടല്ലോ, അതൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ സൈഡിലൊക്കെ. അപ്പം അതുകൊണ്ടാണ് പിന്നെ മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. അപ്പം ഞാനതെല്ലാം മാറ്റിയതിന് ശേഷം ഈ കൗണ്ടർ ടോപ്പിൽ ഓയിലിൻ്റെ കറയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാനൊന്ന് ലിക്വിഡ് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കലാണ്. എന്നിട്ട് ഞാൻ ഈ ഒരു വുഡൻ്റെ ട്രേ ഉണ്ടല്ലോ, ആ ഒരു ട്രേ ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ബോട്ടിലൊക്കെ അങ്ങനെ ഇതിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ട്രേ ഉണ്ടല്ലോ, ഇത് ഞാനിപ്പോൾ വാങ്ങിയതൊന്നുമല്ല. ഇത് ഞാൻ നാട്ടിലേക്ക് കുറച്ച് ട്രേ വാങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ കാർഗോ അയക്കുന്ന സമയത്ത് എക്സ്ട്രാ ബാക്കി വന്നിട്ടുണ്ടായതുകൊണ്ട്, അപ്പോൾ ഇതിന് ചെറിയ പൊടിയൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകണ്ട, ഇവിടെ കളയാന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് തുടച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് പോകുന്നുണ്ടായിരുന്നു ആ കറ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഏതായാലും ഇവിടെ യൂസ് ചെയ്യാമെന്ന്. അപ്പൊ ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട് ഫുഡ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് സുർബിയാൻ ബിരിയാണി ഉണ്ടാക്കാന്ന്. അങ്ങനെ ഇപ്പോൾ ഇതാ ചിക്കൻ കഴുകിയിട്ട് ഞാൻ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കലും കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള സ്ഥലം കൂടെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ ചിക്കൻ വെള്ളം വാരുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാനിപ്പോൾ അരിയും കൂടെ കഴുകി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ XXLന്റെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ടായത് കേട്ടോ. ഈ സുർബിയാന് മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സെല്ലാ റൈസ് ഒക്കെ ആണല്ലോ എടുക്കുക, പക്ഷെ ഞാൻ ബസ്മതി തന്നെയാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ എല്ലാവരും വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്യും, പക്ഷെ ഞാൻ വെള്ളത്തിലിട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബസ്മതി ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന്. കാരണം ഇത് വേഗം കുക്കാവുന്ന ടൈപ്പാണ്. എന്നിട്ട് ഇതാ ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് ഇതിൽ 3 ടേബിൾ സ്പൂൺ ഗീയും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ സവാള ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് ഡീപ് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ്.
പിന്നെ ഈ ഉള്ളി ഫ്രൈ ആകുന്ന ഒരു ടൈം കൊണ്ട് തന്നെ ഞാൻ വേറൊരു നോൺ സ്റ്റിക് പാത്രത്തിൽ അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏലക്കായി, പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഉള്ളി ഫ്രൈ ചെയ്യാൻ വെക്കുന്ന ഈ ഒരു ഓയിൽ ഉണ്ടല്ലോ അത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നല്ല സ്മെല്ലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു ഓയിൽ തന്നെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കലാന്ന്. അപ്പൊ ഫ്രൈ ആയി വന്നിട്ടുള്ള സവാള ഞാനിപ്പോ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള സവാള കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സവാള ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ലാസ്റ്റ് ഒന്നിച്ച് മിക്സ് ചെയ്യാന്ന് വിചാരിച്ച്. അങ്ങനെ ഞാനിതിപ്പോ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാനൊന്ന് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായ ആ ഒരു ഓയിൽ ഉണ്ടല്ലോ അത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഓയിലിൽ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായ ആ ഒരു ചിക്കൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉപ്പോ കുരുമുളകോ ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ആ കഴുകി വെച്ച ആ ചിക്കൻ അങ്ങനെ എടുത്തിട്ട് ഓയിലിൽ ഇട്ടതേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് നമ്മൾ കുറച്ച് ടൈം ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് കളറായിട്ട് വരും കേട്ടോ ഈ ഒരു ചിക്കൻ. അപ്പോൾ മാത്രമാണ് ഇതിലേക്ക് ഉപ്പും ബാക്കിയുള്ള പൊടി ഐറ്റംസ് ഒക്കെ ചേർക്കേണ്ടത്. അങ്ങനെ ചിക്കൻ കുറച്ച് ഒരു വൈറ്റ് കളറായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുരുമുളക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഫുള്ളായിട്ടുള്ള കുരുമുളക് എടുക്കുക അല്ലെങ്കിൽ പൊടി എടുക്കുക, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ അറബിക് മസാല പൗഡർ ആണ്. എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതെനിക്ക് മറന്നുപോയി. അപ്പൊ അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ ഇവിടെ 3 വലിയ ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 5 മിനിറ്റും കൂടെ ഈ ചിക്കൻ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. റൈസ് ഇവിടെ വെന്തിട്ട് ഞാനിത് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം കുക്കായൊന്നും വേണ്ട, കുറച്ച് കുക്കായാൽ മതി. കാരണം ദമ്മിടുന്ന സമയത്ത് വീണ്ടും അത് കുക്കായിക്കോളും. ഇനി ഇതിൽ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ദമ്മിടലാണ്. അപ്പോൾ റൈസ് ഞാൻ സാധാ നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന പോലെ തന്നെ റൈസ് ഇതിന്റെ മുകളിലേക്ക് ഇട്ടു. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് കുങ്കുമപ്പൂ നമ്മൾ പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറില്ലേ കളറിന് വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ ചെയ്തു കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പൊ കുങ്കുമപ്പൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് മഞ്ഞളും പാലും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളറാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷെ എനിക്ക് മറന്നുപോയിട്ട് ആ ഒരു സമയത്ത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ലെയറിൽ അത് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ സെക്കൻഡ് ലെയറിലാണ് ഞാൻ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ ഞാൻ ഗരം മസാല ഇടുന്നതിന് പകരം ഇതിന്റെ മുകളിൽ മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായ ആ ഒരു സവാള ഉണ്ടല്ലോ അപ്പൊ അതും കൂടെ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ഞാനിനി ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ. എന്നിട്ട് സാധാരണ നമ്മൾ ബിരിയാണി ദമ്മിടുന്ന പോലെ പിന്നെയും റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗരം മസാലപ്പൊടി നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിൽ പിന്നെയും ചെയ്യാം കേട്ടോ.
പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണുണ്ടാ. ഞാൻ തിരക്കിട്ട് ചെയ്യുന്നേ ഉണ്ടായത്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് മറന്നു പോകുന്നുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് മൂടി വെച്ച് ദമ്മിടാം. അപ്പൊ അരമണിക്കൂർ ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഷിൽക്കാക്ക ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ പള്ളിയിലൊക്കെ പോയിട്ട് ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഫുഡ് എടുത്ത് വെക്കലാന്ന്. അപ്പൊ ഞാനിതെല്ലാം ഒന്ന് മൊത്തത്തിലായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടത്തൈര് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇനിയിപ്പോ ഞാന് ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി പണി ചെയ്യാന്ന് വിചാരിച്ച്. ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായത്. അപ്പൊ ഈ ഒരു സ്പൂൺ ഹോൾഡർ ഉണ്ടോ, ഇത് ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ട് ടൈലിന് ഇങ്ങനെ കറയായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് എടുത്ത് കളയാന്ന്. പിന്നെ അതിന്റെ സ്പൂണാണെങ്കിൽ കുറെ ഭാഗം പൊട്ടിപ്പോയി. പിന്നെ അതും നല്ലോണം ഇതിന്റെ ഈ ഒരു ഇതെല്ലാം തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇതിന്ന് നല്ല സ്പൂണ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് കളയാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തെമ്മൂന്ന് കുറച്ച് സ്പൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഡേ ടു ഡേന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് ഇതാ ഈ ലോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ഇത് ഒഴിച്ചിട്ട് ഈ തുരുമ്പ് പിടിച്ച ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ തുരുമ്പ് പിടിച്ച ഭാഗങ്ങളൊക്കെ ഈ ലോയൽ വെച്ചിട്ട് വേഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ലെമണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. അപ്പൊ ഈ ജാറും കൂടെ ഞാനൊന്ന് മാറ്റിയിട്ട് അവിടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ജ്യൂസ് മെഷീൻ വെച്ച ഭാഗം ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് തുടക്കുന്നതായതുകൊണ്ട് അവിടെ ഒന്നും കച്ചറൊന്നുമില്ല. അപ്പൊ അവിടെ നിന്ന് തുടച്ചിട്ട് ഞാൻ ആ ജ്യൂസ് മെഷീനും ജാറും അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ഞാൻ ആ തെമ്മൂന്ന് വാങ്ങിയിട്ടുണ്ടായ ഒരു പ്ലേറ്റ് ഹോൾഡർ ഉണ്ടല്ലോ, അത് വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പൂണെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മഗ്ഗാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ ഈ ഒരു മഗ്ഗിൽ ഞാൻ എല്ലാ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സ്റ്റാൻഡിൽ ഞാൻ കുരുമുളക് ക്രഷ് ചെയ്യുന്നതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ സ്റ്റാൻഡിന്റെ സൈഡിലായിട്ട് ഞാൻ കുട്ടികളെ 2 മഗ്ഗും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലാസും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടായ ആ ഒരു വൈറ്റ് പ്ലേറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ എടുത്ത് മാറ്റി. കാരണം അത് 6 പീസ് വരുന്നുണ്ട്. ഈ ബ്ലൂ പ്ലേറ്റ് ആകുമ്പോൾ 4 പീസ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. പിന്നെ ഈ ഒരു പ്ലേറ്റ് ഹോൾഡർ ഉണ്ടല്ലോ, ഇതിൽ 4 പ്ലേറ്റ് മാത്രമേ വെക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു 4 പ്ലേറ്റ് വരുന്നത് മാത്രം ഇവിടെ കൊടുത്തു. അപ്പൊ കൗണ്ടർ ടോപ്പ് എല്ലാം ഞാൻ ക്ലീൻ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഈ 2 ഭാഗത്ത് മാത്രമേ കൗണ്ടർ ടോപ്പ് വരുന്നുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.